ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണമാലയും അതേപോലെ തന്നെ നമ്മുടെ പാദസരമൊക്കെ കുറച്ച് നാളിടുമ്പോൾ അതിൻ്റെ നിറം മങ്ങിപ്പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചെളിയെല്ലാം പിടിച്ച് പെട്ടെന്ന് കറുത്തു പോവുകയും ചെയ്യുന്നത് കാണാം. സ്വർണ്ണത്തിലെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല കളറോടുകൂടി എങ്ങനെ വൃത്തിയാക്കാം എന്ന് നോക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. ശേഷം അതിലേക്ക് വൃത്തിയാക്കാനുള്ള സ്വർണം ഇട്ട് കൊടുക്കണം. അരമണിക്കൂറിന് ശേഷം ഈ സ്വർണത്തിലെ ഈ അഴുക്കെല്ലാം വെള്ളത്തിലേക്ക് ഇതേപോലെ ഇളകി വരും. സ്വർണത്തിലെ അഴുക്കൊക്കെ നല്ലപോലെ ഇളകി വന്നിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മുടെ പഴയ ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി വൃത്തിയാക്കി കൊടുക്കണം. ഒന്നും കൂടി കളറ് വരാനും അതേപോലെ അഴുക്കുണ്ടെങ്കിൽ ഇളകി പോകാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പഴയ കളറും വന്നിട്ടുണ്ട്. ജ്വല്ലറി കൊടുത്ത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഉപയോഗിച്ച് ഒന്നും കൂടി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളത്തിലെ അഴുക്കൊക്കെ പോയി നല്ല രീതിയിൽ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും വന്നിട്ടുണ്ട്. അതേപോലെ വെള്ളത്തിലൊക്കെ അഴുക്ക് പിടിക്കുന്നവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അഴുക്കൊക്കെ പെട്ടെന്ന് ഇളകി പോകും. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചാനൽ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.